KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാതെ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് പുറത്തെടുത്ത തന്ത്രം നാട്ടിലാകെ പാട്ടായി കഴിഞ്ഞു. അങ്ങനെ ഒടുവിൽ കെ സുധാകരനും സമ്മതിക്കേണ്ടി വന്നു. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കറിയാം സുധാകരൻ അധികാരമോഹിയാണെന്ന്. അങ്ങനെയെങ്കിൽ സുധാകരനെ മോഹിപ്പിക്കുന്ന ഒരു തന്ത്രം തന്നെ പുറത്തെടുക്കാമെന്നായിരുന്നു ഹൈക്കമാൻഡ് തലത്തിൽ തന്നെ പൊങ്ങി വന്നത്. KC വേണുഗോപാൽ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി. ഇനി സുധാകരനെ താഴെയിറക്കാൻ തൊടുത്തുവിട്ട അസ്ത്രം ഇതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, പിന്നെ മന്ത്രിസ്ഥാനം എന്ന വാഗ്ദാനം സുധാകരൻ വീണു. KCയുടെ തന്ത്രം. പക്ഷേ നേതാക്കൾ ഈ തന്ത്രം ഉടൻ തന്നെ അണികളിലേക്കും എത്തിച്ചു കഴിഞ്ഞിരുന്നു. സുധാകരനാകട്ടെ തലയ്ക്ക് കിട്ടിയ അടിപോലെയായിരുന്നു ഈ നീക്കം. ബൽഗാവ് സമ്മേളനത്തിന് ശേഷം PCCകളിൽ അധ്യക്ഷന്മാർ മാറി. അതിനാൽ കേരളത്തിലും ഒരു മാറ്റം വേണമെന്ന KC വേണുഗോപാലിന്റെ നിർബന്ധ ബുദ്ധിയാണ് സുധാകരന് കുരുക്കായി മാറിയതെന്ന് പുറത്തു വന്ന അണിയറ രഹസ്യം. നിയമസഭയിലേക്ക് പ്രത്യേക ഇളവ് നൽകി മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനം സുധാകരനെ തേടിയെത്തുമോ എന്ന് ഇനി കണ്ടറിയണം. നിങ്ങളെ ഒഴിവാക്കുന്നതല്ല, പാർട്ടിയിൽ തന്നെ ഉചിതമായ പദവികൾ നൽകി നിലനിർത്തുമെന്നായിരുന്നു KC വേണുഗോപാൽ ഉറപ്പു നൽകിയത്. കോൺഗ്രസിൽ തന്നെ സുധാകരനോട് എതിർപ്പുള്ള വലിയൊരു നിരയെ കൂട്ടുപിടിച്ചായിരുന്നു KCയുടെ തന്ത്രങ്ങൾ അത്രയും. രമേശും BDയും എന്തിന് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് AK ആന്റണി പോലും KCയുടെ തന്ത്രത്തിൽ വീണുപോയി. പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന കാര്യം കെ സുധാകരൻ ഇപ്പോൾ നിഷേധിച്ചിട്ടുമില്ല. പല വേദികളിലും ഇപ്പോൾ KC വേണുഗോപാലിനെ പുകഴ്ത്തി പറയാനാണ് സുധാകരൻ കൂടുതൽ സമയവും വിനിയോഗിക്കുന്നത്. നിലവിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നകത്തെ സീറ്റ് വിഭജനത്തിൽ തന്നെ കല്ലുകടി ഉയരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഒന്നും മോഹിച്ചല്ല BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതെന്ന് ആവർത്തിച്ച് പറയുന്ന സന്ദീപ് വാര്യർ മുതൽ യുവ നേതൃനിരയെ വരെ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സുധാകരന് നൽകിയ വാഗ്ദാനം ഒരു നിമിഷം കൊണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെയാക്കി മാറ്റാൻ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കഴിയുമെന്ന് ഉറപ്പാണ്. അനാരോഗ്യമെന്ന ട്രംപ് കാർഡ് സുധാകരന് നേരെ ഉയർത്താനും KCക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതിനായി VD സതീശനും രമേശ് ചെന്നിത്തല എന്നിവർക്ക് പുറമെ UDF കൺവീനർ അടൂർ പ്രകാശിനെ കൂടി കയ്യിലെടുക്കാമെന്നതോടെ KC കുഴിച്ച വാരിക്കുഴിയിൽ വീഴുന്ന സുധാകരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് പിന്നെയൊരു തിരിച്ചുവരവുണ്ടായേക്കില്ല.